വഖഫ് ബോർഡിനെതിരായ ഹർജിയിൽ കൂടുതൽ പഠിച്ചതിനു ശേഷം മാത്രം പ്രതികരണമെന്ന പി.കെ. കുഞ്ഞാലിക്കുട്ടി. ടാറ്റ ഗ്രൂപ്പിന്റെ 10,000 കോടിയുടെ പദ്ധതിയെപ്പറ്റി അറിയില്ലെന്നും പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തവരെ മറ്റു പദവികളിൽ പരിഗണിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞു. മന്ത്രിമാർക്കെതിരെ പാർട്ടിയിലുണ്ടായ അതിർത്തി കൂടി കണക്കിലെടുത്താണ് മുസ്ലിം ലീഗ് നേതൃത്വം മന്ത്രിമാരെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചിരുന്നത്. തുടർന്നാണ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് കൂടിയത്. വഖഫ് ബോർഡിനെതിരായ ഹർജിയിൽ സംസ്ഥാന സർക്കാരും വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി നീങ്ങിയതിൽ മുസ്ലിം ലീഗിലും മുസ്ലിം സംഘടനയിലും എതിർപ്പ് പ്രകടനമാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ നിയമവശം കൂടുതൽ പരിശോധിച്ച് മറുപടി പറയുമെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി. അല്ല, വഖഫ് ബോർഡ് സംബന്ധിച്ച് അതിൻ്റെ കോടതിയിലുള്ള ഒരു മാറ്റർ ആയതുകൊണ്ട് അതിനെല്ലാ വശങ്ങളും നോക്കി ഞങ്ങൾ പിന്നീട് പ്രതികരിക്കാം. ടാറ്റ കമ്പനിയുടെ പ്രതിനിധികൾ തന്നെയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും കണ്ടുവെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. എന്നാൽ എത്ര തുകയുടെ പദ്ധതിയാണ് ടാറ്റയുടെ എന്നുള്ള ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിക്ക് വ്യക്തമായ മറുപടിയില്ല. അവർ വന്നു, ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അവർ വന്നു, ചർച്ച നടത്തി, അത് ഫോർവേഡാണ്. അതും പിന്നെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വീകരിച്ചല്ലോ. അല്ല, അതെന്തോട്ടെ, ഞാൻ ടാറ്റയുടെ ഒരു പ്രതിനിധി വന്ന് ചർച്ച ചെയ്ത് ഒരു പ്രോജക്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. അല്ല 10,000 കോടി ഞാൻ പറഞ്ഞില്ല. പിന്നെ ഷിപ്പ് എന്താ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് തന്നെയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്താത്ത പ്രവർത്തകരെ മറ്റ് പദവികളിലേക്ക് പരിഗണിക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ന്യായീകരണം. കൈരളി ന്യൂസ്, കോഴിക്കോട്.